അവരെ തയ്യാറി നിനക്ക് അറിഞ്ഞൂടാ. ഇവിടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുത്താൽ എന്റെ സ്വഭാവം അറിയാം. എന്നെ ഇറക്കരുത്. നീ ഇറക്കി കഴിഞ്ഞാണ്ടല്ലോ മൊത്തം തെളിവും കൊണ്ടുപോയി പോയിട്ട് നിന്നെ അവിടെ വന്ന് ഞാൻ തോന്നും. ഇത് ഞാനാ പറയുന്നത്. ഈ നജിലാടത്ത് ചോദിച്ചാൽ എന്നെ അറിയാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നീ കേൾക്കാത്ത കുറെ ചരിത്രങ്ങൾ കൂടെ ഞാൻ നജിലാട് നമുക്ക് കമന്റ് കുറച്ച് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇല്ലേ വയ്യാത്ത ആ മനുഷ്യൻ ബദറുദ്ദീൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ എന്ന് കുറ്റം പറയുന്നില്ല. നിന്റെ വീട്ടിൽ നിന്നിട്ടാണ് നീ കുടിച്ചോണ്ട് തൊലാക്ക് ചെല്ലുന്നത്. നിന്റെ ഉമ്മാരെ കീഴിലും നിന്റെ വയ്യാത്ത പെങ്ങളെ കീഴിലും കിടന്നപ്പോഴാണ് നീ തൊലാക്ക് ചെല്ലുന്നത്. രാവിലെ 1, 2, 3 തൊലാക്ക് ചെല്ലി അള്ളാഹുവിനെ സാക്ഷി നിർത്തി നിന്നെ ഞാൻ വിവാഹബന്ധം വേർപെടുത്തിയിരിക്കുന്നു. നീ എന്നെ വിളിക്കാറില്ല. നീ എത്ര വട്ടം കൊച്ചിന് ചെലവിന് തന്നിട്ടുണ്ട്? ഒരു വട്ടം നിന്നെ വിളിച്ച് 5000 രൂപ നീ ചെലവിന് തന്നിട്ടുണ്ട് വിവേകാനന്ദ സ്കൂളിലായിരുന്ന സമയത്ത്. നീ തെളിവ് കാണിക്കടാ പട്ടി. നീ തെളിവ് കാണിക്ക്. ഈ 10 വർഷം നീ എവിടെ പോയിരുന്നാ ചത്തോനെ? നീ എവിടെ പോയിരുന്നു? നിന്നെ ഞാൻ ചോദിക്കാണ്. നീ എവിടെ പോയിരുന്നു? എനിക്ക് ജോലി ഉണ്ടായിരുന്നാടാ. നീ യൂട്യൂബ് ചാനൽ ഇത്രയും കാലം കിടന്ന് 3.5 വർഷം ഇപ്പം നരകിച്ചപ്പോൾ നീ 1 രൂപയെങ്കിലും ആ കൊച്ചിന് കൊടുത്തിട്ടുണ്ടാടാ. പിന്നെ എന്റെ തള്ള എന്ന് പറയുന്ന സാധനം നിന്റെ കയ്യിൽ നിന്ന് ചെലവ് മേടിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ തെറ്റല്ല. എന്റെ തള്ളയുടെ കഴിവ് കേടുകൊണ്ട് എന്റെ തള്ള നോക്കാന്ന് പറഞ്ഞാണ് അവളെ ഏറ്റെടുത്തേക്കുന്ന. എടാ നീ കൊണ്ടുപോ. നിന്റെ അനുസി കത്തെഴുതി വെച്ച് നീ ഇപ്പൊ 3 കൊച്ചുങ്ങളുള്ള ഒരു പെണ്ണിനെ അല്ലേടാ വിളിച്ചോണ്ടത്. നീ എന്റെ ഭർത്താവിനെ വിളിക്കുന്ന എന്തിനാടാ? നായിന്റെ മോനെ, നീ എന്റെ ഭർത്താവിനെ വിളിക്കുന്ന എന്തിനാടാ? നിന്റെ മോളെ പോസ്കോ കേസിൽ എന്റെ ഷാനകത്ത് കിടത്താൻ ചോണം ഉണ്ടെങ്കിൽ ഒന്ന് കിടത്തി വെക്കാൻറാ. കിടത്തി നോക്ക്. നീ ചരമംഗലത്ത് നിനക്ക് രാത്രി 12 മണിക്ക് വന്നിട്ട് നീ മേലിൽ നീ മെസ്സേജ് അയക്കരുതെന്നാണ് പറഞ്ഞ. എന്റെ വയറ്റിൽ നിന്നാണ്ടാ നീ ജന്മം നൽകിയത് മോള്. നീ ഒരു ഖബർ കണ്ടിട്ടുണ്ടാ പട്ടിക്കുണ്ടായവനെ? ഇത്രയും കാലം എവിടെ പോയിരുന്ന നായിന്റെ മോനെ? നീ ജമാഅത്ത് മൊത്തം അറിയണം, എല്ലാവരും അറിയണം. അപ്പുറത്തിരിക്കണ എന്റെ തള്ളേന്നെ നിനക്ക് അവിടെ കയറ്റി ചായ തന്നിട്ടുണ്ടെങ്കിലേ നീ എന്റെ തള്ളേനെ കെട്ടിക്കോടാ. നായിന്റെ മോനെ, നായിക്കുണ്ടായാലേ പട്ടി. 10 വർഷമായടാ. ഇവിടെ കൊച്ചിന് എന്തുകൊണ്ടാണ് വേറെ വാപ്പാന്ന് വിളിക്കാൻ കഴിവുണ്ടായെന്ന് അറിയുമോ? 21ാമത്തെ വയസ്സിലാണ്ടാ പട്ടിക്കുണ്ടായാലേ നീ തൊലാക്കിയല്ലേ? മൈരന്റെ മോനെ ചാവട പന്നിക്കൊണ്ടോയാലേ 3 കൊച്ചുകൾ അനാഥരാക്കിയിട്ടല്ല നിന്റെ പെണ്ണിനെ അൻസീനെ വിളിച്ചാണ് നീ നിർത്തിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ FBയിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നജില ഷാൻ്റെ ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. ഇപ്പോൾ ഇനി വേണ്ട, ഇത് നാറിയ കേസാണ്, നാറ്റക്കേസാണ്, ഇത് ഇനി ചെയ്യേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചാണ്. പിന്നെയും റഹീം സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമല്ല എൻ്റെ അടുത്ത് FBയിൽ 3-4 പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവളുടെ കുറേ വീഡിയോസുകൾ ചെയ്തത് കൊണ്ട് തന്നെ ഇവിടെ എനിക്ക് സ്ട്രൈക്ക് തരുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ചോദിച്ചു, നിങ്ങൾ സ്ട്രൈക്ക് തരുമെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ടാണോ നിങ്ങൾ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ട് എനിക്ക് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണം. പേടിച്ചിട്ടൊന്നുമല്ല, ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്ട്രൈക്ക് തന്നാലും നമുക്ക് സ്ട്രൈക്ക് മാറ്റാനുള്ള ഫെസിലിറ്റീസൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പം സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ട് പറയും, അത് വേറെ കാര്യം. നമ്മളതിന് പേടിച്ച് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഇത് കേട്ടില്ല, പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഈ പുള്ളിക്കാരി സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. FBയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ യൂട്യൂബിൽ അങ്ങനെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളില്ല കേട്ടോ. പക്ഷേ FBയിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഒരു കാര്യം ഇപ്പോൾ ഈ തെറി വിളിക്കുന്നത് റഹീം സംസാരിച്ചു. പേഴ്സണലി ഇവൾക്ക് വാട്സപ്പിൽ അയച്ച മെസ്സേജസ് ആണ് ഇത്. അപ്പോൾ റഹീം പറയുന്ന വ്യക്തി വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്ത് വന്നിട്ടല്ല ഇങ്ങനെ സംസാരിച്ചത്. ഈ റഹീം ഇവളുടെ ഭർത്താവ്, ഇവളുടെ ആദ്യ ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഭർത്താവ് 4-5 ഉള്ളത് കൊണ്ട് പിന്നെ ആദ്യ ഭർത്താവ് എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് ഭർത്താവ് ഇവൾക്ക് പേഴ്സണലി അയച്ച മെസ്സേജസ് ആണ് ഇത്. അയാൾ ഇവൾക്ക് വാട്സപ്പിലാണ് അയച്ചത്. അപ്പോൾ ഇവളത് നേരെ എടുത്തിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ ബുദ്ധിയുള്ളവർ നിങ്ങൾ പറ, ഇവളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ പറ. ഇവൾ നേരിട്ട് അയാളോടാണോ മറുപടി കൊടുക്കേണ്ടത്? അല്ലാതെ ഇത് പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഇയാളിങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിന് ഇട്ട് കൊടുക്കുകയാണോ വേണ്ടത്? അയാളപ്പോൾ ഇവൾക്ക് അയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ വന്നല്ല. അപ്പോൾ ഇങ്ങനെ ഇവൾ ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ റഹീം പറയുന്ന വ്യക്തി വേറൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവുകയാണ്. അയാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിനകത്താണ് ഇനി ഇവളോട് പറയേണ്ട കാര്യങ്ങളൊക്കെ അയാൾ അതിൽ പറയണം. എന്തായാലും ബാക്കി കാര്യങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. നീ അവള് കത്തെഴുതി വെച്ചിട്ട് നീ കത്ത് ഞാൻ പബ്ലിക് ഇടട്ടാ. നീ ആരെ ഭീഷണിപ്പെടുത്തുന്നത്? എന്റെ മോളെന്ന് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാടാ? നീ ഒരു ഉടുക്ക തുണി അടിച്ചു കൊടുത്തിട്ടുണ്ടാ പട്ടി. 10 വർഷം കൂടി എത്ര പെരുന്നാൾ വന്നടാ നായിന്റെ മോനെ. എവിടെ പറയുന്നതാ നീ ഇപ്പൊ വീടിന്റെ ഭീഷണി അടിച്ചാൽ നീ സെക്സ് വീഡിയോ ഞാൻ റഹീമിന് എന്തെയ്തെന്ന് സനോഫറിനെ കാക്കച്ചിയുടെ കല്യാണത്തിന് വെച്ചിട്ടാണ് വേറ്റ് നിക്കാ വഴി ആലോചന വന്നത്. സനോഫർ മരിച്ചു പോയിട്ടില്ല. അദ്ദേഹം ബന്ധം തീർന്ന് ഗൾഫിൽ നിന്നിട്ട് അവരുടെ വീട്ടുകാർ വന്നാണ് ഉറപ്പിക്കുന്നത്, അല്ലാതെ പ്രേമിച്ച് ഫേസ്ബുക്ക് വഴി പോയതല്ല. അവർ വന്നു, പാപ്പായെ വിളിച്ചു, കല്യാണം നടത്തി, ജമാത്തിൽ വെച്ച് 100 പേരെ സാക്ഷി വെച്ചിട്ടാണ് കല്യാണം നടത്തിയത്. പന്നിക്കുണ്ടായവരെ അവിടെ ഇപ്പം മസറൂറാരെ പാവാട നോക്കി നോക്കാൻ വന്നേക്കണം. എന്റെ തള്ള ഒറ്റൊരുത്തിയാണ് ഇതെല്ലാം പ്രശ്നം ഉണ്ടാക്കിയത്. എന്റെ തള്ള ഒറ്റൊരുത്തി. നിന്നെ രഹസ്യമായിട്ട് എന്റെ തള്ള വിളിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ തള്ളേറെ കഴിവുകൾ, ഞാനല്ല. ഇതിപ്പോ ഇവിടെ നിന്ന് നിൽക്കാം. നീ മുഖ്യമന്ത്രിക്ക് ഏത് നായിന്റെ മോനെ കൊടുറാ പന്നിക്കുണ്ടായവനെ. 10 വർഷം നീ എവിടെ പോയടാ? നിന്റെ കൊച്ചിനെ വെച്ചിട്ട് ഒരിക്കലും ഞാൻ ഇറങ്ങിക്കില്ല. എടാ ഞാൻ ഇപ്പൊ നിന്നെ കാല് പിടിച്ച് എനിക്ക് റീചാർജ് ചെയ്യാൻ നിന്റെ പറയുന്നില്ലടാ. 10-30,000 രൂപ വരുമാനമുള്ള 10-25,000 രൂപ വരുമാനമുള്ള
പന്നിക്കുണ്ടായോനെ. എനിക്ക് നിന്റെ പറഞ്ഞതിന് എന്റെ കാർ പാവാടോളി നിന്റെ പെണ്ടാക്കിയ ട്രാൻസി ഹോട്ടലിൽ പണിയല്ല കണ്ടോക്ക് ഉരിഞ്ഞു കൊടുക്കണോളൂ. നായിന്റെ മോളെ നീ ബീൻ ഫാമിലി വിളിച്ച് നീ എന്താ കുറയ്ക്കണത്? നീ എന്താ കുറയ്ക്കണത്? നിന്റെ വീട്ടിൽ നിന്നാണ് നീ കുടിച്ചോണ്ട് തലാക്കില്ലത്. നീ നിന്റെ പെണ്ടാട്ടിനെ വിളിച്ചോണ്ട് പറഞ്ഞു. നീ ഇപ്പൊ വിളിച്ചോണ്ട് വന്നേലേ, എനിക്ക് അകർത്തി തന്നല്ലേ നീ വിളിച്ചോണ്ട് വന്നേനെ. എന്റെ കട്ടിന്റെ അടിയിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെങ്കിലേ മൂഞ്ചിക്കൊടിയെന്ന് എന്റെ തള്ളയല്ലേ പറഞ്ഞത്. മൂഞ്ചിക്കൊടി നീ. പിന്നെ ഒരു കാര്യം കൂടെ, അവളെ സേഫ്റ്റിയാണ് എന്റെ മോളെ സേഫ്റ്റിയാണ് ഞാൻ നോക്കുന്നത്. കണ്ടവന്മാരുണ്ടായ പിന്നെ മക്കളെ കാര്യം. എടാ നിന്റെ മോള് കഴിവില്ല. നിന്റെ കഴിവുകൾ കൊണ്ടാണ്ടാ നിന്റെ മോള് കണ്ടോലെ എല്ലാവരും വാപ്പാന്ന് വിളിക്കുന്നത്. നിന്റെ കഴിവുകൾ കൊണ്ടാണ് നിന്റെ മോളെ. നീ മോളെന്ന് ഇപ്പൊ പറയണുണ്ടല്ലോ പന്നിക്കുണ്ടായോനെ. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ നീ എപ്പോൾ കണ്ടേടാ പൂരിയുടെ മോനെ. നീ എപ്പോൾ കണ്ടേനാ? നീ എന്താ മൂഞ്ചി കളയെന്ന് പറഞ്ഞ് സെക്സ് വീഡിയോ അയച്ചായിരുന്നില്ല. നീ കഴുത്ത് വെട്ടി താഴോട്ട് വെച്ചിട്ട് നിന്റെ എനിക്ക് മൊബൈൽ റീചാർജ് ചെയ്യേണ്ട കാര്യം നിൽക്കെന്തിന്? എനിക്കിവിടെ കൈകളിൽ പൈസ അടക്കല്ലേ? അല്ലെങ്കിൽ എനിക്ക് നിന്റെ മോളെ ഞാൻ 2500 ചെലവാക്കി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ? എടാ നിന്റെ മോളെ നീ വേണമെങ്കിൽ പോയി കണ്ടോടാ പട്ടി. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. നീ കബറി കിടക്കണേ എത്ര വരെ കണ്ടാ? പന്നിക്കുണ്ടായ നീ ഇത്ര നാളെ എവിടെ പോയിരുന്ന ചത്തോനെ? നിന്റെ അമ്മ എന്താ വിളിച്ച് പുതിയ മോനെ പറഞ്ഞത്? നീ ആ പട്ടി പെണ്ണിനെ അടിച്ചിട്ടാണ് വെളിയിൽ ഇറങ്ങി പോയി കിടന്നേന്ന്. നായിന്റെ മോനെ, നീ എന്റെ ഭർത്താവിനെ കുറെ നേരം കൊണ്ട് വിളിച്ച് മെസ്സേജ് അയച്ച് നീ ഭീഷണിപ്പെടുത്തുന്നു. നീ ഷാഹിദാരോട് ഉണ്ടാക്കിയാൽ മതി. പോസ്കോ കേസിൽ അകത്തില്ലോ. നീ ചൊനയുള്ള ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ പന്നിക്കുണ്ടായോനാണെങ്കിൽ നീ പോസ്കോ കേസിൽ കൊടുത്താണ്. നിന്റെ മോളെ സേഫ്റ്റി പറ. നിന്റെ മോളെ സേഫ്റ്റി. നീ ഇത്രയും കാലം എവിടെ പോയിരുന്നടാ? ഷാഹിദ എവിടെ പോയിരുന്ന ഇത്രയും കാലം? ജമാൽ എവിടെ പോയിരുന്ന ഇത്രയും കാലം? 21 വയസ്സിൽ 27ാമത്തെ വയസ്സിൽ പ്രാരാബ്ദത്തിന്റെ നടുവിലിറങ്ങടാ. നീയൊക്കെ തന്തേന്ന് പറഞ്ഞ് എന്തിനിരിക്കുന്നത്? നീ ചെലവിന് എന്നാടാ പന്നി. നിന്റെ മോൾ ഇത്ര ആയത് നീ യൂട്യൂബ് ചാനലിൽ കൂടെ കണ്ടിട്ടില്ലേടാ? നാട്ടുകാരെ മുമ്പ് ഇറന്നതും നിന്റെ ഒരൊറ്റ വാക്കുകൊണ്ടല്ലേടാ? നിന്നെ കാല് പിടിച്ച് നിന്റെ അടുത്ത് പറഞ്ഞ് തിരിച്ച് ചെലവിനേരം പറഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞെന്തെന്നറിയാമോ? നിലമേ ചെല്ലാൻ, നിലമേൽ ലോഡ്ജിൽ ചെല്ലാൻ കുടിച്ച് ഫിറ്റായി കിടക്കണം. അവന്റെ പെങ്ങളും മുടപ്പുറന്നൂരും വന്ന് 2000 രൂപ കൊച്ചിന് കൊടുത്ത് ഉള്ളത് തന്നെയാണ്. അവ ഇത്രയും നാള് വന്നിരിക്കുന്നത് ഷാഹിദ അപ്പം ഉണ്ടാക്കിയിരിക്കണം അവനാ. എന്റെ തള്ളയുടെ പേരാണ് ഷാഹിദ. എന്റെ തള്ളയുടെ പേര്. ഇത്രയും കാലം ഇല്ല റബ്ബർ വളയിൽ കിടന്ന് പണിയെടുത്ത് പൂട്ടിയിട്ടിട്ട് പോയി. എടാ ഞാൻ കൊച്ചക്കന്ന് മരിച്ചിരുന്നെങ്കിൽ എന്താ കാരണം? മരിച്ചിരുന്നെങ്കിൽ മസ്റൂറ ഫാത്തിമ, ഇവളുടെ മൂത്ത മോൾ മസ്റൂറ ഫാത്തിമ ഇവളുടെ ഉമ്മയാണ് നോക്കുന്നത്. ഇപ്പോൾ ഷാൻ ഇവള് തന്നെയാണ് ഷാൻ ഇങ്ങനെയാണ് എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ചള്ളൻ ഇടപെട്ടിട്ട് ആ മോളെ സേഫ്റ്റി കണക്കാക്കിയിട്ടാണ് ആ മോളെ മാറ്റിയിരിക്കുന്നത്. അതും ഇവളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഉമ്മ താമസിക്കുന്നത്. അപ്പോൾ ഇവളെ തള്ളി പറഞ്ഞിട്ടാണ് ആ മോള് പോയിരിക്കുന്നത്. എന്താ വെച്ചാൽ ഈ ഷാൻ എന്ന് പറയുന്ന വ്യക്തി വരുമ്പോൾ ഈ കൊച്ചിന് പേടിയാണ്. ഇവൻ കുടിച്ചിട്ട് വന്നിട്ട് ഈ കൊച്ചിൻ്റെ ചെവിയിലൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് പുള്ളിക്കാരി ആ മോള് എന്താണ് ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ എന്താണ് ഷാൻ ഇല്ലാത്ത സമയത്ത് ആ കൊച്ചു ഇവളുടെ കൂടെ തന്നെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷാൻ വന്നപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ അതിന് എതിരെയാണ്. അപ്പം ഈ ഷാഹിദ എന്ന് പറഞ്ഞ ഇവളുടെ ഉമ്മ ഷാഹിദ എന്ന് പറയുന്ന പുള്ളിക്കാരി റഹീമിനെ വിളിച്ചു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മോളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോളെ കാണാൻ ഇപ്പോൾ അയാൾ വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. നേരത്തെ ഒന്നും മോളെ നോക്കാതെ ഇപ്പോൾ മോളെ നോക്കുന്നു. അപ്പോൾ നേരത്തെ മോളെ നോക്കുക എന്ന് പറഞ്ഞാൽ നീ കല്യാണം കഴിച്ചുകൊണ്ട് നടക്കുമായിരുന്നില്ല. അപ്പോൾ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. നീ ആ കാര്യങ്ങളൊന്നും യൂട്യൂബിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഷാനുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നീ യൂട്യൂബിൽ തന്നെ നിൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഷാന് വെള്ളമൊടിക്കുന്ന കാര്യങ്ങളും ഷാന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളും MDMA അതുപോലെ പല കഞ്ചാവ് സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത് നീ തെളിവ് സഹിതം നീയാണ് യൂട്യൂബിലിട്ടത്. അപ്പോൾ അത് ചൈൽഡ് ലൈനുകാരും എല്ലാവരും കണ്ട് റഹീമാണല്ലോ വാപ്പ കുട്ടിയുടെ. അപ്പോൾ റഹീം വന്ന് ഇതെല്ലാം കൺഫേം ചെയ്ത് ഇതെല്ലാം തെളിവ് സഹിതം കുഞ്ഞിൻ്റെ വാപ്പയാണല്ലോ ആ ഒരു രീതിക്ക് പുള്ളിക്കാരൻ ഇത് കൊടുത്തിരിക്കുകയാണ്, കേസ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പം പോസ്കോ കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ഷാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇരിക്കെ ആ മോൾ ഇവൻ്റെ കൂടെ വന്ന് നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്താ വെച്ചാൽ വെള്ളം അടിച്ച് മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ അവനക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് പോലും അറിയില്ല. അപ്പോൾ ആ കൊച്ചിന് ഇതൊക്കെ കാണുമ്പോൾ പേടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവളുടെ അടുത്ത് നിൽക്കാതെ. ഇപ്പോൾ ആ മോൾ ഇവളുടെ അടുത്ത് നിൽക്കാത്തതിൻ്റെ ഉള്ള ദേഷ്യമാണ് ഇവൾക്ക്. മനസ്സിലായോ? അപ്പോൾ എന്തായാലും ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് നീ എന്തൊരു വീഡിയോ എന്റെ ഷാൻ എന്താ നീ ഭീഷണിപ്പെടുത്തുന്നത്? നീ എന്തൊരു മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത്? നീ എന്തൊരു പറഞ്ഞു കൊടുക്കുമെന്നാണ് പറയുന്നത്? ഞാൻ യൂട്യൂബ് ചാനൽ അന്ന് തുടങ്ങിയോളാണ്. എന്റെ സുഖങ്ങളും ദുഃഖങ്ങളും മസറൂറായതും കഷ്ടപ്പാടും എല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. എവിടെ പോരുന്നടാ? എവിടെ പോരുന്നടാ പന്നി? നീ എവിടെ പോരുന്ന്? നീ ചോണമല്ല തന്തയ്ക്ക് പറഞ്ഞോളാണെങ്കിൽ നീ വിളിക്കുന്നത് ഞാൻ ഷാനും വരും. ഇക്ക ഇങ്ങോട്ട് വന്നിട്ട് ഇക്കത്തിരി ഞാനും ഷാനും അങ്ങനെ എനിക്ക് ജയിലാക്കാൻ തയ്യാറ് തന്നെയാണ്. നിങ്ങൾ പോസ്കോ കേസിലകത്ത് എന്തിനാണ് പറയണം? നീ പോസ്കോ കേസിലകത്തിട്. മസറൂറ മോളെയല്ലേ ഓരോ ദിവസമെങ്കിലും ഇവിടെ വാപ്പാന്ന് വിളിച്ചല്ലേ? എടാ ഞാൻ ചോദിച്ച് എൻ്റെ തള്ളേരെ ഒരൊറ്റ നാവിൻ്റെ പിഴ കൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. ഒരു സമയത്ത് ബീൻ ഫാമിലി എന്ന് പറഞ്ഞ പറച്ചീനെ വിളിച്ച് തള്ള ഈ ലോകം മൊത്തം റെക്കോർഡിട്ട്. ഞാനൊരു കാര്യം പറട്ടെ, അന്ന് ഞാൻ തള്ളേരടുത്ത് നോക്കാൻ പറഞ്ഞു കേട്ടാ. തള്ളേരടുത്ത് നോക്കാൻ പറ്റുമ്പോൾ കണ്ടോന്റെ മക്കളെ എനിക്ക് നോക്കാൻ പറ്റൂലെന്ന് പറഞ്ഞു. ഇപ്പം നായിന്റെ മോൻ റഹീമുമായിട്ട് ബന്ധം തള്ളക്കി. ഈ തള്ളക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടാ? ഈ തള്ളക്ക് ഇതിന്റെ വല്ല നീ റഹീം മസ്റൂറാന്ന് പറഞ്ഞ് ചാനൽ തുടങ്ങിയാലേ ഇല്ലെന്ന് ഇപ്പൊ കേൾപ്പിച്ചു തരാം. അപ്പൊ ഇത്രയും നാളെ 10 വർഷം കൊണ്ട് ചെലവിന് കൊടുക്കാത്ത പട്ടി ഇപ്പൊ വന്നേക്കണ്. വാപ്പ അവകാശം വാപ്പ നിന്റെ മുമ്പ് വെച്ച് തന്നെയാണ് വിളിച്ചേക്കണത്. എന്താണെന്നറിയാമോ? കേൾക്കാൻ വേണ്ടി പറയുന്നത് എന്നെ കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി
നീ ഇടവരുത്തരുത്. കാര്യം എന്താണെന്നറിയോ? നിന്റെ ഫസ്റ്റ് ചരിത്രം തൊട്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങും. എന്റെ ഫസ്റ്റ് ചരിത്രം തൊട്ട് അവങ്ങ് തുടങ്ങുമെന്ന്. അവന് വേറെ അഭിഹിതം ഉണ്ടായിരുന്നോ? അവന് വേറെ അഭിഹിതം മക്കൾ വരുന്നു. അവന് വേറെ അഭിഹിതം ഉണ്ടായിരുന്നോ? അഭിഹിതം ഇല്ലായിരുന്നിട്ടാണ് എന്നെ 10-33 വയസ്സിൽ മൂക്കി പല്ലി മുളച്ചിട്ട് അവൻ കെട്ടിയത്. മൂക്കി പല്ലി മുളച്ച സമയത്ത് അവൻ കെട്ടിയത്. പറ, എന്റെ ഉമ്മായ വരെ വേണോന്ന് പറഞ്ഞോനാണ് എൻ്റെ കൂടെ. നിന്റെ ഉമ്മായ എനിക്ക് ഒറ്റയ്ക്ക് മേയ്ക്കാൻ പറ്റുമെന്ന്. എനിക്കൊന്നുമില്ല. അവന്റെ വീട്ടിൽ നിൽക്കവേ കുടിച്ചോണ്ട് ലവ്മാനെ വിളിച്ചാണിക്കാ. ആ വിളിച്ചാണിക്കാ. കുടിച്ചോണ്ട് തലാക്കിയിട്ട് പന്നിക്കുണ്ടായോ? എനിക്കൊരു ഭർത്താവില്ല ഷാൻ. ഞാൻ ഈ റബ്ബർ വിളയെ കിടന്ന് നിരങ്ങിയത് ആ പന്നി ഭീഷണി. റഹീമ നായിന്റെ മോനെ, നീ ഇപ്പോഴും കണ്ട 3 കൊച്ചുങ്ങളെ ഉമ്മായ വഴിയാതാരാക്കിയിട്ടല്ലേടാ ആ കൊച്ചുങ്ങൾക്ക് തള്ളേനെ വിട്ടുകൊറാ പട്ടി. നീ ആ കൊച്ചുങ്ങൾക്ക് തള്ളേനെ ആ കൊച്ചുങ്ങളെ എത്തിങ്ങാനയിലാക്കിയിട്ടല്ലേടാ നിന്റെ കൂടെ വന്നത് നായിന്റെ മോളെ. ഞാൻ ഇനിയും മസൂറായി ഇടോടാ. കാരണം ജന്മം നൽകിയ ഞാനാണ്. എന്റെ വയറ്റിലാണ് കൊടുത്ത. അതിന് ഹാർട്ടിന് ഹോളുണ്ട്. നിനക്കറിയായിരുന്നാ? കൊണ്ടുപോയി അടപ്പിച്ചത് അറിയായിരുന്നാ? പിന്നെ അതിന് ഐഡിനോടിന്റെ പ്രശ്നമുണ്ട് അറിയായിരുന്നാ? ചെവി പഴുത്തറച്ച് ആരാ ചെലവ് നോക്കിയെന്ന് അറിയാൻ പട്ടി. മരിച്ചുപോയ ഷംസാനടാ. ചെവി പഴുത്തറച്ചപ്പോ കൊണ്ടുവരുന്ന ട്രീറ്റ്മെന്റ് ചെയ്തത് കൊച്ചിനെ കൊണ്ട് ഓടിയത് പട്ടിക്കുണ്ടായിരുന്നു. നീ തന്നെയാണ് നിന്റെ കൊള്ളിയത്. അല്ലാതെ ഈ റഹീമ പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഈ ഷാഹിദ എന്ന് പറയുന്ന വ്യക്തിയോ ആരും പറഞ്ഞിട്ടില്ല. നിന്റെ ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നീയാണ് യൂട്യൂബ് ചാനൽ വന്നിട്ട് എല്ലാവർക്കും തെളിവിട്ട് കൊടുത്തു. എന്നിട്ട് കിടന്നിട്ട് തുള്ളിയിട്ട് വല്ല കാര്യമുണ്ടോ? കിടന്ന് ഉറഞ്ഞു തുള്ളുവോ? എന്താ ചെയ്യേണ്ടത് അറിയുന്നില്ല. എല്ലാവരും നാനാ ഭാഗത്തു നിന്ന് എല്ലാവരും ആക്രമിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഇപ്പോൾ കിടന്ന് തുള്ളിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ എപ്പോൾ ചെയ്യേണ്ടതായിരുന്നു? നേരത്തെ ഇതൊക്കെ ഒതുക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല. എന്താ വെച്ചാൽ ഈ മോളെ ഇത്രത്തോളമൊക്കെ ഇങ്ങനെ ഇവള് നോക്കി നാഴേക്ക് 40 വട്ടം ഇവള് പറയുന്നുണ്ടല്ലോ. ഒരു ഉമ്മ മക്കളെ നോക്കി വളർത്തി, ഇത്രയും വളർത്തി വലുതാക്കി ആ മോള് ഒരു സുപ്രഭാതത്തിൽ ഈ ഉമ്മാനെ ഉപേക്ഷിച്ച് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവള് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇവളുടെ ഇപ്പോഴുള്ള ഭർത്താവ് ആ കൊച്ചിന് 3 തന്തമാരെ വാപ്പാന്ന് വിളിക്കേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. അവളുടെ വാപ്പ ഒറിജിനൽ വാപ്പ ഒറിജിനൽ അല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് 3 വാപ്പാനെ വിളിക്കേണ്ട ഗതികേടാണ് ആ മോൾക്ക് വന്നത്. അപ്പോൾ ഇനിയും ആ കൊച്ചിൻ്റെ അടുത്ത് വാപ്പ പറഞ്ഞില്ലേ ചോദിക്കുമ്പോൾ ആ കൊച്ച് കൺഫ്യൂഷനായിട്ട് ഏത് വാപ്പ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ മക്കൾക്ക് ആ ഒരു ഇത് നോക്ക്, ആ മക്കൾക്ക് എന്താ പറയുക, ഗതികേട് ആ മക്കൾക്ക്. അപ്പോൾ ഇത്രയ്ക്ക് മാത്രം ഈ ഗതി വരുത്തിയത് ആരാണ്? ഇവളാണ്. എന്നിട്ടും പിന്നെയും പ്രസവിച്ച് ഓരോ ഇതിലും ഓരോരോ കുട്ടികൾ. അതൊന്നും വേണ്ടാന്നല്ല, എങ്കിലും ഇതൊക്കെ കുറച്ച് ഓവറല്ലേ നെജില? നീ കാണിച്ചു കൂട്ടുന്ന നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് തന്നെ നാണക്കേട് തോന്നുന്നില്ല? ഇത് ഈ കാണുന്ന നമുക്ക് നാണക്കേട് തോന്നും. ഇവൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. വീണ്ടും ഇവള് പരിഹാസ കഥാപാത്രമായിക്കൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആളുകൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് അലക്കിയിട്ടും ഇങ്ങനെയുള്ള കേസുകൾ വന്നിട്ടും ഇവളാണ് ഇത്രയും പുറത്ത് കൊണ്ടുവന്നിട്ട് സ്വന്തം ഭർത്താവിനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ചേർത്ത് നിർത്തിട്ട് അല്ലിക്ക പൊന്നിക്ക എൻ്റെക്ക പൊന്നിക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കും ആരെങ്കിലും അംഗീകരിക്കും. ഈ പറഞ്ഞത് നമ്മൾ ആരെങ്കിലും ഇവളുടെ ഇക്കാനെ കുറ്റം പറഞ്ഞത്? ഇവള് തന്നെയല്ലേ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് കുറ്റം പറഞ്ഞത്. അപ്പോൾ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന എന്ത് ക്വാളിറ്റിയാണുള്ളത്? അത് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ നല്ലതായിരിക്കും. എന്താ വെച്ചാൽ ഇവള് മക്കളെ നല്ലതുപോലെ നോക്കി എന്ന് പറയുന്നുണ്ടല്ലേ. മക്കളെ നല്ല നോക്കിയതിൻ്റെ മസ്റൂറ ഫാത്തിമ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഉമ്മ എന്നെ ഉപദ്രവിക്കാറുണ്ട്, എന്നെ തല്ലാറുണ്ട്. ശരിയാണ്, ഉമ്മമാരെ എല്ലാവരും അടിക്കും, മക്കളെ അടിക്കും. ശരിയാണ്, അടിക്കുക മാത്രമല്ല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ കുട്ടി ആ ചെവിയിൽ ഇവള് പറയുന്നുണ്ട് എൻ്റെയൊക്കെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ നിൻ്റെയൊക്കെ അല്ലാതെ വേറെ ആരാണ് ആ ചെവിയിൽ, ആ കൊച്ചിൻ്റെ ചെവിയിൽ വെള്ളം ഒഴിച്ചു? അതിനുശേഷം ആ കുഞ്ഞിൻ്റെ ആ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓരോ വീഡിയോസിലും ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇവൾ ആ കുഞ്ഞിനെയും കൊണ്ട് എന്താ പറയുക, കുരങ്ങിനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കാന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് ഇവൾ ചെയ്യുന്നത്. ആ മോളുടെ മുഖത്തൊരു സന്തോഷം എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം ഉണ്ടായിട്ടില്ല. ഇവള് പറയുന്നതൊക്കെ ചെയ്യുന്ന വെറും ഒരു പാവ പോലെയാണ് ആ കൊച്ച് നിൽക്കുന്നത് കണ്ടിരിക്കുന്നത്. അതിന് അറിയില്ല, ഇവരുടെയൊക്കെ ഉപദ്രവത്തിൽപ്പെട്ട ആ കൊച്ച് ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലായി. അതാണ് ആ കുഞ്ഞിൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇവള് സ്വന്തം മോളെ എങ്ങനെയൊക്കെ വളർത്തി, സ്വന്തം മക്കളെ എങ്ങനെയൊക്കെ വളർത്തി എന്ന് പറയുന്നുണ്ടല്ലോ. എന്തായാലും ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ട്. ഇവള് സ്വന്തം മോളെ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് ഒരു വീഡിയോ കൂടെ ചെയ്യണം. ഇവള് നാഴേക്ക് 40 വട്ടം എൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ട് വെല്ലുവിളിക്കുന്നുണ്ടല്ലോ. അപ്പം ആ ഒരു ഇതും കൂടെ നിങ്ങൾ കാണണം. ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇവളുടെ ഈ ഒരു ചാപ്റ്റർ ഞാൻ ചെയ്യേയില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇതൊക്കെ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് ചെയ്തത്. മെസ്സേജുകൾ വന്നു എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ ഫേസ്ബുക്കിലും കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പേടിച്ച് മാളത്തിൽ ഒളിച്ചു എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത്. ഇവളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.